Hi students, welcome to the class. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ 1, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. അപ്പോൾ നമുക്കറിയാം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ ഓൺലി എന്നുള്ളത് തെറ്റാണ്. കാരണം ഇവിടെ ഫ്രിക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ വഴിയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ ഫ്രിക്ഷൻ വഴിയും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Question number 2, conservation of electric charge implies that charge cannot be destroyed. Charge exists on particles. The number of charged particles in the universe is constant. The simultaneous production of equal and opposite charge is permissible. Okay, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. Simultaneous production of equal and opposite charge is permissible. Next, two charges Q1 and Q2 repel each other if Q1 into Q2 is equal to 0, Q1 Q2 less than 0, Q1 Q2 greater than 0, Q1 by Q2 less than 0. അതായത് ഫോഴ്സ് റിപ്പൽഷൻ ആവണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ചാർജസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. കാരണം രണ്ട് നെഗറ്റീവ് ചാർജുകൾക്കിടയിലും രണ്ട് പോസിറ്റീവ് ചാർജുകൾക്കിടയിലുമാണ് റിപ്പൽഷൻ ഉണ്ടാകുന്നത്. സോ Q1 into Q2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The two charges are placed at a distance apart. If a brass sheet is placed between them, the force between them will be. അപ്പോൾ ഫോഴ്സ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? എഫ് ബൈ കെ ആയിരിക്കണം. കാരണം മീഡിയത്തിൽ പ്ലേസ് ചെയ്യുന്ന സമയത്തുള്ള ഫോഴ്സിൻ്റെ വാല്യൂ എഫ് ഡാഷും എയറിലുള്ള ഫോഴ്സിൻ്റെ വാല്യൂ എഫും ആണെങ്കിൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ബൈ കെ ആയിരിക്കും. ബ്രാസ് ഷീറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്രാസ് ഷീറ്റിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് എഫ് ഡാഷിൻ്റെ വാല്യൂ എഫ് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഡിക്രീസസ് ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. There are two charges +1 microcoulomb and 5 microcoulomb. The ratio of forces acting on them will be. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. അതുകൊണ്ട് രണ്ട് ചാർജിലും കിട്ടുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. 1:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Two electrons are separated by a distance r meter and have coulomb force F. Two alpha particles by 2r meter will have a force equal to. അപ്പോൾ നമ്മൾ ആദ്യം ഇലക്ട്രോൺസ് തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ K ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് E ആണ്. അപ്പോൾ E² ഡിവൈഡഡ് ബൈ R² വരും. രണ്ടാമത്തെ കേസിൽ ആൽഫ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് K ഇൻറ്റു ആൽഫ പാർട്ടിക്കിൾ മീൻസ് ഹീലിയം ന്യൂക്ലിയസ് ആണ്. അതായത് രണ്ട് ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് +2E ഇൻറ്റു 2E എന്നാണ് വരിക. അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പക്ഷേ 2r ആക്കി. സോ അതിൻ്റെ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ K ഇൻറ്റു E² ഡിവൈഡഡ് ബൈ R² സെയിം വാല്യൂ തന്നെ കിട്ടുക. സോ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. An electric dipole moment of 4 × 10⁻⁹ coulomb meter is aligned at 30 degree with the direction of a uniform electric field of magnitude 5 × 10⁴ Newton per coulomb. Calculate the magnitude of torque acting on the dipole. അപ്പോൾ ടോർക്കിൻ്റെ വാല്യൂ ടോ ഈസ് ഈക്വൽ ടു PE sin θ ആണ്. സോ ഡൈപോൾ മൊമെൻ്റ് തന്നിട്ടുണ്ട് 4 × 10⁻⁹. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 5 × 10⁴ ഇൻറ്റു മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി. സോ സൈൻ 30. ദാറ്റ് മീൻസ് 20 × 10⁻⁻5 അല്ലെ. 5 × 4 20, 10⁻⁹ × 10⁴ 10⁻⁵ വരും. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സോ 10 × 10⁻⁵ 10⁻⁴ ന്യൂട്ടൺ മീറ്റർ. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. 10⁻⁴ ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. An electric dipole placed with its axis in the direction of a uniform electric field experiences. അപ്പോൾ ഇലക്ട്രിക് ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ അതായത് an electric dipole placed with its axis in the direction of uniform electric field. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ അതായത് ഡൈപോൾ മൊമെൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നെയ്തർ എ ഫോഴ്സ് നോർ എ ടോർക്ക്. അതായത് ഫോഴ്സ് എന്തായാലും നെറ്റ് ഫോഴ്സ് എന്തായാലും 0 ആണ്. കാരണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്താൽ ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അവിടെ ടോർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ആക്സസ് ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയതുകൊണ്ട് അവിടെ ടോർക്കിൻ്റെ വാല്യൂ എന്തായാലും എന്ത് കിട്ടും? 0 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E is equal to 3 × 10⁻³ I Newton per coulomb. Okay, what is the flux of
field through a square of 10 centimeter on a side whose plane is parallel to YZ plane. അതായത് ഇങ്ങനെയാണ് കോർഡിനേറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇതാണ് വൈ ഇസഡ് പ്ലെയിൻ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത് എക്സ് ആക്സിസിലേക്ക്. കാരണം ഫീൽഡ് ഈ 3 × 10⁻³ യൂണിറ്റ് വെക്ടർ ആയി എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ സർഫസിനെ പെനട്രേറ്റ് ചെയ്താൽ പോകുന്നത്. സോ ഫ്ലക്സിൻ്റെ വാല്യൂ φ = E × A ആയിരിക്കും. ഇയുടെ വാല്യൂ 3 × 10⁻³. ഏരിയയുടെ വാല്യൂ, ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് 10 സെൻറ്റിമീറ്റർ ആണ് സൈഡ് ലെങ്ത്. അപ്പോൾ അത് മീറ്ററിൽ, അതായത് 100 cm² വരും. മീറ്റർ സ്ക്വയറിലാക്കുമ്പോൾ 100 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് 3 × 10⁻³ × 10⁻². സോ ഇതും കട്ട് ചെയ്ത് പോയി 30 Nm²/Coulomb. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്. 30 Nm²/Coulomb. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. A soap bubble is given a positive charge, its radius will. അപ്പോൾ നമ്മളൊരു സോപ്പ് ബബിളിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റേഡിയസിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ തിയറിയിൽ പഠിക്കുന്നതാണ്. സോ റേഡിയസ് ഇൻക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. എ പോയിന്റ് ചാർജ് Q produces an electric field of magnitude 2 Nm/Coulomb at a point distant 0.25 meter from it. What is the value of charge? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പോയിന്റ് ചാർജ് തന്നിട്ടുണ്ട്. 2 Nm/Coulomb ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q/r². ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 2 Nm/Coulomb, 1/4πε0 9 × 10⁻⁹. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ r². ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.25 the whole square. ഓക്കെ, അപ്പോൾ നമുക്ക് Q = 2 × 625 × 10⁻⁻4 × 10⁻⁻4 ഡിവൈഡഡ് ബൈ എന്ത് വരും, 9 × 10⁻⁹ വരും. സോ ഇതങ്ങ് മുകളിൽ പോയി കഴിഞ്ഞാൽ 10⁻⁻13 ആവും. ഓക്കെ, അതായത് 2 × 625 × 10⁻⁻13 ബൈ 9 കിട്ടും. സോ വാല്യൂസ്, അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6, 9. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് 138 × 10⁻⁻13. ദാറ്റ് മീൻസ് 1.38 × 10⁻⁻11. സോ ആൻസർ ഓപ്ഷൻ 1, 1.39 × 10⁻⁻11 Coulomb. Okay, next question number 12. 4 charges 2Q, 2Q, -2Q and -2Q are placed at the 4 corners of a square of side A. The field at the center of the square is. അപ്പോൾ നമ്മൾ 4 ചാർജസ് ഒരു സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലായിട്ട് 2Q, 2Q, -2Q, -2Q ഇങ്ങനെ 4 കോർണേഴ്സിലായിട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് ചാർജ് എ, ഇത് ചാർജ് ബി, ഇത് ചാർജ് സി, ഇത് ചാർജ് ഡി. ഇതിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് അറിയേണ്ടത്. സോ ദ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി EA ഈ ഡയറക്ഷനിലും, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ED അതേ ഡയറക്ഷനിൽ തന്നെ വരിക. അതുപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി EB ഈ ഡയറക്ഷനിലേക്കും, ECയും അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഇത് ആക്ച്വലി EB + ECയും ഇത് EA + EDയും ആണ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ EA + EDയെ ഞാൻ E1 എന്നും EB + ECയെ ഞാൻ E2 എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് √E1² + E2² ആണ്. കാരണം അവർ രണ്ടുപേരും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്, ഡയഗണൽസിലൂടെയല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ EAയുടെ ആയാലും EBയുടെയും ECയുടെയും EDയുടെയും എല്ലാം മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്, 1/4πε0 × 2Q ഡിവൈഡഡ് ബൈ A/√2 ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 1/4πε0 × 4Q ഡിവൈഡഡ് ബൈ A² വരും. സോ ഇതും കട്ട് ചെയ്ത് പോവും. Q ഡിവൈഡഡ് ബൈ πε0
എ സ്ക്വയർ, ക്യൂ ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ 0 എ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ therefore ഈ നെറ്റ് ഈസ് ഈക്വൽ ടു ഈ E1നും E2നും സെയിം മാഗ്നിറ്റ്യൂഡ് ആണല്ലോ. അപ്പോൾ E1നും E2നും സെയിം മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് √2 ടൈംസ് E1 ആണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദാറ്റ് മീൻസ് √2 ഇൻറ്റു E1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്വൈസ് വാല്യൂ ആയിരിക്കും, കാരണം EA പ്ലസ് ED ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ 0 എ സ്ക്വയർ എന്ന് എഴുതാം. സോ 2√2 ക്യൂ ഡിവൈഡഡ് ബൈ പൈ എപ്സിലോൺ 0 എ സ്ക്വയർ. ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. എ ഹോളോ സ്ഫിയർ ഓഫ് ചാർജ് ഡസ് നോട്ട് ഹാവ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ടർ പോയിൻ്റ്, ഇൻറ്റീരിയർ പോയിൻ്റ്, ബിയോണ്ട് 2 മീറ്റർ, ബിയോണ്ട് 100 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡസ് നോട്ട് ഹാവ് എ ഇലക്ട്രിക് ഫീൽഡ് അറ്റ്, അതായത് ഹോളോ സ്ഫിയർ ഓഫ് ചാർജ് ആണ്. അപ്പോൾ ഹോളോ സ്ഫിയർ ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ്, ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ABC ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് ഈക്വൽ ലിംസ്, അതായത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O വിൽ ബി. ഓക്കെ, അതായത് 3 കോർണേഴ്സിലായിട്ട് 3 ചാർജ് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരേ മാഗ്നിറ്റ്യൂഡ് ABC. അപ്പോൾ ഇവിടുത്തെ ചാർജ് പ്ലസ് Q, ഇവിടുത്തെ ചാർജും പ്ലസ് Q, ഇവിടുത്തെ ചാർജും പ്ലസ് Q. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ 3 സ്ഥലത്തു നിന്നുമുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഇതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ഡയറക്ഷനിലോട്ട് വരും, ഇതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ഡയറക്ഷനിലേക്ക് നിൽക്കും, ഇതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ ഡയറക്ഷനിലേക്ക് നിൽക്കും. അപ്പോൾ ഈ 3 വെക്ടേഴ്സിനും ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്തായി പോവും, 0 ആയി പോവും. അതായത് 3 ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ് ഈക്വൽ ആംഗിളിലാണ് ഇൻക്ലൈൻ ചെയ്തേക്കുന്നത്, അപ്പോൾ അവരുടെ റിസൾട്ടൻ്റെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. 2 charged spheres separated by a distance of d exert a force F on each other. If they are immersed in a liquid of dielectric constant 2, then what is the force? അത് നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. F dash is equal to F divided by K ആയിരിക്കും. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 2 ആയതുകൊണ്ട് F divided by 2. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. 2 charges each equal to Q are kept at x is equal to A and x is equal to minus A. On the x-axis, a particle of mass m and charge q0 is equal to q by 2 is placed at the origin. If the charge q0 is given a small displacement y very much less than a along y-axis, the net force acting on the particle is proportional to. അപ്പോൾ ഇവിടെ 2 ചാർജുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് x is equal to മൈനസ് എയിലും മറ്റൊന്ന് x is equal to എയിലുമാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ചാർജർ പാർട്ടിക്കിളിനെ, അതായത് ഒറിജിനിലിരിക്കുന്ന ചാർജർ പാർട്ടിക്കിളിനെ Q0യെ നമ്മളൊരു y ഡിസ്റ്റൻസ് മുകളിലോട്ട് കൊണ്ടുപോയി. ഈ ഡിസ്റ്റൻസ് ആണ് y. അപ്പോൾ ഈ കാണുന്ന ഡിസ്റ്റൻസ് r, ഇത് a ആണ്, ഈ ഡിസ്റ്റൻസും a ആണ്. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കാണ്, അതുപോലെ ഈ ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം ഈ ആംഗിൾ തീറ്റ, അപ്പോൾ ഇത് 90 മൈനസ് തീറ്റ വരും. ഓക്കെ, അതായത് ഈ ആംഗിൾ തീറ്റ വരും, ഈ ആംഗിൾ തീറ്റ വരും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആംഗിൾ, ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ തീറ്റ എടുക്കാം. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ വരിക. ഓക്കെ, അതായത് 90 മൈനസ് തീറ്റയാണ് വരിക. ഓക്കെ, അതായത് കാരണം നമ്മൾ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ തീറ്റ എടുക്കാൻ പറ്റും. ഇത് തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ 90 മൈനസ് തീറ്റ വരും. ഓക്കെ, ഈ ആംഗിൾ 90 മൈനസ് തീറ്റ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോഴ്സ് ഇത് 90 മൈനസ് തീറ്റയാണ്, അപ്പോൾ ഈ ആംഗിളും 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോഴ്സിനെ കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് വരുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2F കോസ് 90 മൈനസ് തീറ്റയാണ്. ഇതാണ് നെറ്റ് ഫോഴ്സ്. കാരണം ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് കമ്പോണൻറ്റുകൾ ക്യാൻസലായി പോകും കമ്പോണ്ടായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ 2F കോസ് 90 മൈനസ് തീറ്റ, ദാറ്റ് മീൻസ് 2F സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി ആ എഫിൻ്റെ വാല്യൂ എഴുതുമ്പോൾ F ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1/4 പൈ എപ്സിലോൺ 0, അതായത് 1/4 പൈ എപ്സിലോൺ 0 ഇൻറ്റു Q ബൈ 2. അപ്പോൾ Q/2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ r² ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് y ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് r. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1/4 പൈ എപ്സിലോൺ 0
2 ഈ 2 ക്യാൻസലായി പോവും. അപ്പോൾ ഇവിടെ ഒരു Q²/R³ ഇൻറ്റു y എന്ന് വരും. ദാറ്റ് മീൻസ് K ഇൻറ്റു Q² ഡിവൈഡഡ് ബൈ R³ എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ഇതാണ്. അപ്പോൾ നമുക്ക് A² + y² ദ ഹോൾ റൈസ് ടു A² + y² ദ ഹോൾ റൈസ് ടു 1/2 അതിൻ്റെ ക്യൂബ് ഇൻറ്റു y എന്ന് വരും. ദാറ്റ് മീൻസ് KQ² ഇൻറ്റു y ഡിവൈഡഡ് ബൈ A³ എന്ന് വരും. ഓക്കെ, കാരണം ഈ വൈയുടെ വാല്യൂ നെഗ്ലജിബിളി സ്മോൾ ആണ് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ y² നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പോൾ A³ എന്ന് ഡിനോമിനേറ്റർ വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു y ആണ്. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. If two bodies are rubbed and one of them acquires a charge Q1 and the other acquires a charge Q2, then ratio Q1:Q2 is -1:1. അതായത് റബ്ബിങ് നടക്കുന്ന സമയത്ത് ചാർജ്, പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളവരാവും. സോ അവരുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് Q1/Q2 എന്ന് പറയുന്നത് -1:1 ആയിരിക്കും വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. 4 charges Q1, Q2. If force between them for some separation in air is F, then the force between them in medium of permittivity epsilon will be. അതിപ്പോൾ F' is equal to F divided by K ആണ്. K എന്ന് പറയുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലൺ ഡിവൈഡഡ് ബൈ എപ്സിലൺ 0 ആണ്. അപ്പോൾ F' is equal to നമുക്ക് F ഡിവൈഡഡ് ബൈ എപ്സിലൺ 0. എപ്സിലൺ 0 ന്യൂമറേറ്റർ വരും. സോ എപ്സിലൺ 0/എപ്സിലൺ ഇൻറ്റു F എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. എപ്സിലൺ 0/എപ്സിലൺ ഇൻറ്റു F. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. എ സ്റ്റഡി കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ ലീനിയർ കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അല്ലേ, അതായത് കറണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പം കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ സ്റ്റഡി കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ ലീനിയർ കണ്ടക്ടർ ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 3 copper wires have their lengths in the ratio 5:3:1 and their masses are in the ratio 1:3:5. Their electrical resistance will be in the ratio. അപ്പോൾ നമുക്ക് ലെങ്തുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. L1:L2:L3 is equal to 5:3:1. അതുപോലെ മാസുകളുടെ റേഷ്യോ M1:M2:M3 is equal to 1:3:5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് R പ്രൊപ്പോർഷണൽ ടു L ഡിവൈഡഡ് ബൈ A ആണ്, ലെങ്ത് ബൈ ഏരിയ. സോ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ ഇവിടെ മാസ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി എന്ന് വരും. അതായത് ഏരിയ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി ആണ്. സോ M ഡിവൈഡഡ് ബൈ L. സോ ഏരിയ പ്രൊപ്പോർഷണൽ ടു M/L ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഡെൻസിറ്റി സെയിം ആണ് കാരണം കോപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എഴുതുമ്പോൾ R ഈസ് പ്രൊപ്പോർഷണൽ ടു L ഡിവൈഡഡ് ബൈ ഏരിയയ്ക്ക് പകരം M/L കൊടുത്ത് കഴിയുമ്പോൾ വിച്ച് ഇംപ്ലൈസ് R പ്രൊപ്പോർഷണൽ ടു L² ഡിവൈഡഡ് ബൈ M. അതുകൊണ്ട് നമ്മളുടെ ഇക്വേഷൻ എഴുതുമ്പോൾ R1/R2, അതായത് R1:R2:R3 എന്ന് പറയുന്നത് L1²/M1:L2²/M2:L3²/M3 എന്ന് വരും. സോ ലെങ്തുകളുടെ റേഷ്യോ അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 1:, അടുത്തത് 3² ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3² ഡിവൈഡ് ബൈ, അതായത് 9 ഡിവൈഡഡ് ബൈ 3:, അടുത്തത് L3² എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5, 1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5. ദാറ്റ് മീൻസ് 25:3:1/5.
സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125:15:1. സോ 125:15:1 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 3 ആണ്. സോ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. എ കണ്ടക്ടർ വിത്ത് rectangular cross section has dimensions a into 2a into 4a respect as shown in figure. The resistance across AB is x, across CD is y, and across EF is equal to z. ഓക്കെ, അപ്പോൾ ഇത് തിക്നെസ് എ ആണ്, ബ്രെഡ്ത്ത് 2aയും ഈ ലെങ്ത് 4aയും ഇങ്ങനെയാണല്ലോ തന്നേക്കുന്നത് അല്ലേ. അതായത് ആ ബ്ലോക്ക് നിങ്ങൾ എടുക്കുമ്പോൾ ഈ കാണുന്ന ഡിസ്റ്റൻസ് 4a എന്ന് പറയുന്ന ലെങ്താണ്, ഇതാണ് തിക്നെസ് എ, പിന്നെ ഇത് 2a. റെക്ടാങ്കുലർ ബോക്സ് ആണല്ലോ. ഓക്കെ, ഇപ്പോൾ ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻ a into 2a into 4a എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ ബിക്ക് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനും അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ലെങ്തിനെയും ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്തൊരു L/A. എൽ എന്ന് പറയുന്നത് 4a ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എടുക്കണം. ക്രോസ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് 2a² വരും അല്ലേ. അതായത് ലെങ്ത് എൽ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്താണ് 4a. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 2a into a² വരും. സോ 2a². ദാറ്റ് മീൻസ് എക്സ് പ്രൊപ്പോർഷണൽ ടു കട്ട് ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ a വരും. ഓക്കെ, ഇനി നമ്മൾ വൈയുടെ കേസ് എഴുതുവാണെങ്കിൽ y പ്രൊപ്പോർഷണൽ ടു y എന്ന് പറയുന്നത് ആർക്കെതിരെ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, സി ഡിക്ക് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. സി ഡിക്ക് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിന് അക്രോസ് ആയിട്ട്, അപ്പോൾ സി ഡിക്ക് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലെങ്ത് എ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 2a/a. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 2a into 4a. ദാറ്റ് മീൻസ് 8a², വിച്ച് ഇംപ്ലൈസ് y പ്രൊപ്പോർഷണൽ ടു 1 ഡിവൈഡഡ് ബൈ 4a വരും. 1 ഡിവൈഡഡ് ബൈ 8a വരും. ഓക്കെ, സോ 1/8 എന്ന് വരും. നെക്സ്റ്റ് ഇസഡ് പ്രൊപ്പോർഷണൽ ടു, ഇസഡിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഇ എഫിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, ഇ എഫ്. അപ്പോൾ ഇ എഫിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ 2a പ്രൊപ്പോർഷണൽ ടു 2a ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇ എഫ്, ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 4a² വരും. സോ 4a². ദാറ്റ് മീൻസ് ഇസഡ് പ്രൊപ്പോർഷണൽ ടു 2 ഡിവൈഡഡ് ബൈ അതായത് 1 ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 2a വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം എക്സിൻ്റെ വാല്യൂ ഇസഡിനേക്കാൾ കൂടുതലാണ്, പക്ഷേ ഇസഡ് എന്തിനേക്കാളും കൂടുതലാണ്, വൈയേക്കാളും കൂടുതലാണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ വൈ. സോ ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ ദ ഫോളോയിങ് ഫിഗർ കറണ്ട് ത്രൂ 3 ohm resistor is 0.8 ampere. Then the potential drop across 4 ohm resistor is. അപ്പോൾ ഈ 3 ohm റെസിസ്റ്ററിനകത്തൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.8 ആംപിയർ ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം 6 ohmലൂടെ പോകുന്ന എത്ര ആയിരിക്കും, 0.4 ആയിരിക്കും, അതിൻ്റെ ഹാഫ് ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ കറണ്ട് ഐ ടോട്ടൽ എന്ന് പറയുന്നത് 0.8 പ്ലസ് 0.4 1.2 ആംപിയർ ആണ്. സോ ആ 1.2 ആംപിയർ കറണ്ടാണ് 4 ohm റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പോകുന്നത്. ദെയർഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ohm എന്ന് പറയുന്നത് ഐ 1.2 ഇൻറ്റു റെസിസ്റ്റൻസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു 4.8 വോൾട്ട്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. The net resistance between the points A, B and resistance between the points A and B is. അപ്പോൾ നമ്മൾ ഇവിടെ റെസിസ്റ്റർ 6, ഇവിടെ ഒരു റെസിസ്റ്റർ 6, ഇത് പോയിൻ്റ് എയും ഇത് പോയിൻ്റ് ബിയും ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ടുപേരെ എർത്ത് ചെയ്തേക്കുന്നുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R ഇവിടെ വരും. കാരണം രണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്, എർത്തിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ 3 റെസിസ്റ്ററും
പാരലാണ്. സോ 1/r എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/r പ്ലസ് 1/r പ്ലസ് 1/2r. സോ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 2r എന്ന് കിട്ടും. സോ r എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 2r ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 3, 2r ഡിവൈഡഡ് ബൈ 5. നെക്സ്റ്റ്, ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് ജെ വിത്ത് റെസ്പെക്ട് ടു ജി. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 60 വോൾട്ടും ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് 60 വോൾട്ടാണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 64 പ്ലസ് 32 96 ഓം. ദെയർഫോർ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ദാറ്റ് മീൻസ് 60 ഡിവൈഡഡ് ബൈ 96. ഓക്കെ, ഇപ്പോൾ 60 ഡിവൈഡഡ് ബൈ 96 എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 16, ദാറ്റ് മീൻസ് 5 ഡിവൈഡഡ് ബൈ 8 വരും. ഓക്കെ, 5 ഡിവൈഡഡ് ബൈ 8 അല്ല, 6 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10ഉം താഴെ 16ഉം വരും. സോ നമുക്ക് 5 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. അപ്പോൾ 5/8 ആംപിയർ ആണ് കറണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജെയ്ക്കും ജിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ 32 ഓം റെസിസ്റ്റൻസ് അക്രോസിലായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അക്രോസ് 32 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ടിൻ്റെ വാല്യൂ 5/8 ഇൻറ്റു 32. സോ ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. സോ 20 വോൾട്ട്. സോ ആൻസർ ഓപ്ഷൻ 3, 20 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. A carbon resistor has colored strips as shown in figure. What is its resistance? അപ്പോൾ നമുക്ക് കണ്ടീഷൻ അറിയാം. ഇവിടെ വന്നേക്കുന്നത് യെല്ലോ ആണ്. യെല്ലോ ആകുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ യെല്ലോയുടെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ 4 വരും. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ബ്രൗൺ ആണ്, വയലറ്റ് ആണ്. വയലറ്റ് ആകുമ്പോൾ 7 വരും. പിന്നെ വന്നിരിക്കുന്നത് ബ്രൗൺ ആണ്. അപ്പോൾ ഇൻറ്റു 10⁻1 അല്ലേ, ബ്ലാക്ക് 0 ബ്രൗൺ 1. പിന്നെ ഗോൾഡാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് ±5%, അതായത് ടോളറൻസ് 5%. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 470 ±5. സോ ആൻസർ ഓപ്ഷൻ 2 അല്ലേ, 470 ഓം. അപ്പോൾ ഈ കോഡ് നമുക്കറിയാം, ബി ഗ്രേറ്റ് ബ്രിട്ടൻ ആസ് എ വെരി ഗുഡ് വൈഫ്, ഇങ്ങനെയാണ്. അപ്പോൾ ബി ബ്ലാക്ക് ആണ് 0, ബി ബ്രൗൺ 1, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ യെല്ലോ കളർ വന്നു, അതുകൊണ്ട് ഫസ്റ്റ് 4, പിന്നെ വയലറ്റാണ് വന്നേക്കുന്നത് 7, പിന്നെ അടുത്ത 10ൻ്റെ പവറായിട്ട് എഴുതേണ്ടത് 10⁻1, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് R. വാട്ട് വിൽ ബി ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇഫ് ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ ഡബിൾ ഇറ്റ്സ് ലെങ്ത്. അതായത് റെസിസ്റ്റൻസ്, വയറിൻ്റെ റെസിസ്റ്റൻസ് R ആണ്, അതിനെ സ്ട്രെച്ച് ചെയ്ത് ഡബിൾ ലെങ്ത് ആക്കി. അപ്പോൾ ലെങ്ത് L' എന്ന് പറയുന്നത് 2 times L ആയി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A' അപ്പോൾ A ഡിവൈഡഡ് ബൈ 4 ആവും, 1/4 ആവും. കാരണം ലെങ്ത് ഡബിളാക്കി കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വോളിയം V ഈസ് ഈക്വൽ ടു A ഇൻറ്റു L ആണ്. സോ A' L' ഈസ് ഈക്വൽ ടു A ഇൻറ്റു 2L, ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഏരിയ ഹാഫ് ആയിട്ടുണ്ടാവും, ഏരിയ 4th അല്ല, ഹാഫ് ആയിട്ടുണ്ടാവും. അതായത് A' L' ഈസ് ഈക്വൽ ടു A ഇൻറ്റു 2L ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലിൻ്റെ വാല്യൂ, അതായത് വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് V' ഈസ് ഈക്വൽ ടു A', അതായത് V ഈസ് ഈക്വൽ ടു A' L' എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം വോളിയം തന്നെ വരണം. അപ്പോൾ A ഇൻറ്റു L ഈസ് ഈക്വൽ ടു A' ഇൻറ്റു 2L എന്നാണ് വരിക. അപ്പോൾ A' ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? A/2 ആവും. അതുകൊണ്ടാണ് ഞാൻ ഏരിയ ഹാഫ് ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എഴുതുമ്പോൾ R' ഈസ് ഈക്വൽ ടു, അതായത് R' പ്രൊപ്പോർഷണൽ ടു L'/A' ആണ്. അപ്പോൾ R' പ്രൊപ്പോർഷണൽ ടു L' എന്ന് പറയുന്നത് 2L ആണ്, A' എന്ന് പറയുന്നത് A/2 ആണ്. ഇത് മുകളിൽ വരും. സോ R' ഈസ് ഈക്വൽ ടു, അതായത് പ്രൊപ്പോർഷണൽ ടു 4 × L/A വരും. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു L/A ആണ്.
അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആർ ഡാഷ് എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് റെസിസ്റ്റൻസ് ആർ ആയിട്ടുണ്ട്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഓഫ് ആർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. 2 വയേഴ്സ് ഓഫ് സെയിം ഡയമെൻഷൻ but resistivities rho 1 and rho 2 are connected in series. The equivalent resistivity of the combination. അതായത് എന്തായാലും അവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ആർ ഈസ് ഈക്വൽ ടു R1 + R2 ആയിരിക്കും. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ എൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ വരും. അപ്പോൾ രണ്ടുപേരും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് എഫക്റ്റീവ് ലെങ്ത് 2L ആയിട്ടുണ്ടാവും. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം തന്നെ. സോ റോ ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ എ എന്ന് വരും. ഈസ് ഈക്വൽ ടു R1 എന്ന് പറയുന്നത് റോ എൽ ഡിവൈഡഡ് ബൈ എ ആണ്. R2 എന്ന് പറയുന്നത് റോ 2L ഡിവൈഡഡ് ബൈ എ. രണ്ടുപേർക്കും സെയിം ലെങ്ത് ആണ്, പക്ഷേ റെസിസ്റ്റിവിറ്റി ഡിഫറൻ്റാണ്. അപ്പോൾ എല്ലായിടത്തുനിന്നും L ക്യാൻസലായി പോവും, എ എല്ലായിടത്തുനിന്നും ക്യാൻസലായി പോവും. അപ്പോൾ 2 റോ ഈസ് ഈക്വൽ ടു റോ 1 + റോ 2. റോ ഈസ് ഈക്വൽ ടു റോ 1 + റോ 2 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ 2 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. 3 റെസിസ്റ്റൻസസ് ഈച്ച് ഓഫ് 4 ohm ആർ കണക്റ്റഡ് ടു ഫോം എ ട്രയാങ്കിൾ. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 ടെർമിനൽസ് ഈസ്. അതായത് ഇങ്ങനെ 4 ohm റെസിസ്റ്ററുകൾ ട്രയാങ്കിളായിട്ട് കണക്ട് ചെയ്തു. 4 4 4. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 ടെർമിനൽസ്. ഇവിടെ 2 ടെർമിനൽസ് എടുത്തു എന്ന് കരുതുക. ഇവർക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും സീരീസ്. അപ്പോൾ ഒരു 8 ohm റെസിസ്റ്റർ ഇവിടെ കിട്ടും, പിന്നെ ഇവിടെ ഒരു 4 ohm റെസിസ്റ്ററും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R ഈസ് ഈക്വൽ ടു 1/4 + 1/8. സോ നമുക്കിവിടെ നിന്ന് 3 ഡിവൈഡഡ് ബൈ 8. സോ R ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 3 ohm എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 8/3 ohm. ഓക്കെ, അപ്പോൾ ഇത് 8/3 ohm എന്നാണ്, 8/3 ohm. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. If Rp is the equivalent resistance of n resistors each equal to R when they are connected in parallel and Rs when they are connected in series, then Rs/Rp. അത് Rp എന്ന് പറയുന്നത് പാരലൽ റെസിസ്റ്റൻസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ R/N വരും. Rs എന്ന് പറയുന്നത് n ടൈംസ് R വരും. കാരണം n റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ Rs ഡിവൈഡഡ് ബൈ Rp എന്ന് പറയുമ്പോൾ NR ഡിവൈഡഡ് ബൈ R/N വരും. സോ n² എന്ന വാല്യൂ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്, n². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. എ ഫ്ലോ ഓഫ് 10⁻⁷ ഇലക്ട്രോൺസ് പെർ സെക്കൻഡ് ഇൻ എ കണ്ടക്ടിങ് വെയർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കറണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ I ഈസ് ഈക്വൽ ടു Q/T ആണ്. അപ്പോൾ ചാർജിൻ്റെ 10⁻⁷ ഇലക്ട്രോൺസ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N ഇൻറ്റു E ഡിവൈഡഡ് ബൈ T. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10⁻⁷. ഇലക്ട്രോണിക് ചാർജ് 1.6 ഇൻറ്റു 10⁻⁻⁹. ദാറ്റ് മീൻസ് 1.6 ഇൻറ്റു 10⁻⁻12. സോ ആൻസർ ഓപ്ഷൻ 3. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം കുഡ് ബി യൂസ്ഡ് ടു എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ R യൂസിങ് ഓംസ് ലോ? അസ്യൂം ഐഡിയൽ വോൾട്ട് മീറ്റർ ആൻഡ് ഐഡിയൽ അമ്മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഏതാണ് ഓംസ് ലോ യൂസ് ചെയ്ത് നമ്മൾക്ക് അതായത് ഓംസ് ലോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് തെറ്റാണ്. വോൾട്ട് മീറ്ററും അമ്മീറ്ററും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്നിട്ട് അതെടുത്ത് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. പറ്റത്തില്ല. വോൾട്ട് മീറ്റർ പാരലായിട്ടും അമ്മീറ്റർ സീരീസ് ആയിട്ടും. ഇതാണ് കറക്റ്റ്. ഇവിടെ രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരാൾ അമ്മീറ്റർ എടുത്ത് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. തെറ്റാണ്, അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. കൺസിഡർ എ സിലിണ്ടറിക്കൽ എലമെൻറ്റ് as shown in figure. The current flowing through the element is I and the resistivity of the material of the cylinder is rho. Choose the correct option out of the following. അപ്പോൾ ഇവിടെ കറണ്ട് I ആണ്. അതായത് ഇങ്ങനെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലുള്ള സ്ഥലം, അതായത് 4R ഡയമീറ്ററുള്ള ലെങ്ത് L/2 ഉള്ള ഒരു പാർട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡയമീറ്റർ 2R ഉള്ള ഒരു പാർട്ട്. ഇതിൻ്റെയും ലെങ്ത് L/2 തന്നെ. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും നമ്മൾ റിലേഷൻ എടുക്കുമ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് R ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ്, അതായത് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതിൻ്റെ ഡയമീറ്റർ 4R ആയതുകൊണ്ട് റേഡിയസ് 2R ആണ്.
അതിൻ്റെ റേഡിയസ് 6 ആണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എത്രയാണോ അതിൻ്റെ 1/4 ഏരിയ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ഇവിടെ ഏരിയ നിങ്ങൾ πr² എന്ന് എഴുതിയാൽ ഇവിടെ ഏരിയ നിങ്ങൾക്ക് π × 2r² എന്ന് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ ഏരിയയുടെ 4 ടൈംസ് ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് 6 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് 4 ടൈംസ് 6 ആവും. ഓക്കെ, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എന്തായിരിക്കും 4 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ സെക്കൻഡ് ഹാഫ് ഈസ് 4 ടൈംസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഫസ്റ്റ് ഹാഫ്. കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. VI graph for a conductor at temperatures T1 and T2 is as shown in figure. T2 minus T1 is proportional to. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് R1 ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആണ്. റെസിസ്റ്റൻസ് R2 എന്ന് പറയുമ്പോഴത്തേക്ക് കോട്ട് അതായത് ഈ ആംഗിൾ തീറ്റ ആണ്, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിൾ തീറ്റ വരും, ഈ ആംഗിൾ തീറ്റ വരും. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ 90 മൈനസ് തീറ്റ കിട്ടും. അപ്പോൾ അത് 90 മൈനസ് തീറ്റ ആയതുകൊണ്ട് R2 ഈസ് ഈക്വൽ ടു ടാൻ 90 മൈനസ് തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ കോട്ട് തീറ്റ വരും, അല്ലെങ്കിൽ R2 ഈസ് ഈക്വൽ ടു 1/tan തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് R2 മൈനസ് R1 ഈസ് ഈക്വൽ ടു 1/tan തീറ്റ മൈനസ് ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ ടാൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, സോ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ആണ്, ബൈ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടുത്തെ ഒരു കോസ് തീറ്റ, ഇവിടുത്തെ ഒരു കോസ് തീറ്റ ക്യാൻസലായി പോകും. അപ്പോൾ ഇക്വേഷൻ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ഇങ്ങനെ ആവും. അപ്പോൾ ഈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2 തീറ്റ, ഡിനോമിനേറ്ററിൽ സൈൻ 2 തീറ്റ ബൈ 2 വരും, 2 ന്യൂമറേറ്ററിൽ വരും, 2 ഇൻറ്റു കോസ് 2 തീറ്റ ബൈ സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് കോട്ട് 2 തീറ്റ വരും. സോ 2 കോട്ട് 2 തീറ്റ ആണ് R2 മൈനസ് R1. R2 മൈനസ് R1 പ്രൊപ്പോർഷണൽ ടു T2 മൈനസ് T1 ആണ്, കാരണം റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ വരും. അപ്പോൾ T2 മൈനസ് T1 പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ T2 മൈനസ് T1 പ്രൊപ്പോർഷണൽ ടു കോട്ട് 2 തീറ്റ ആയിരിക്കും, ഓപ്ഷൻ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 34. Power dissipated across 8 ohm resistor in the circuit shown here is 2 watt. The power dissipated in watt unit across 3 ohm resistor. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന കറണ്ട് I ആണെങ്കിൽ ഇവിടേക്ക്, അതായത് ഇപ്പോൾ I എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട് വരുവാണെങ്കിൽ ഇവിടേക്കും കറണ്ട് സ്പ്ലിറ്റ് ആയി പോവും, ഇവിടേക്കും കറണ്ട് സ്പ്ലിറ്റ് ആയി പോവും. ഇത് I2ഉം ഇത് I1 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ നമ്മൾക്ക് പവർ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും. പവർ P അക്രോസ് 8 ohm റെസിസ്റ്റർ, അക്രോസ് 8 ohm റെസിസ്റ്റർ പവർ ലോസ് 2 വാട്ടാണ്. അതെന്ന് പറയുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ അവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അതായത് I സ്ക്വയർ ഇൻറ്റു അതായത് I2 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു I2 സ്ക്വയർ ഇൻറ്റു 8. സോ I2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4, I2 ഈസ് ഈക്വൽ ടു 1/2. I2 1/2 ആണ്. അപ്പോൾ I2 1/2 ആണെങ്കിൽ ഉറപ്പായിട്ടും I1ൻ്റെ വാല്യൂ 2 ടൈംസ് ഓഫ് I2 ആണ്, കാരണം ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ ഹാഫ് എവിടെ ഉള്ളൂ ടോട്ടൽ. സോ 1 ohm റെസിസ്റ്റർ ആംപിയർ കറണ്ട് എന്ന് കിട്ടും. അപ്പോൾ പവർ ഡിസിപ്പേഷൻ അക്രോസ് 3 ohm റെസിസ്റ്റർ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു എന്താ വരേണ്ടത്, I സ്ക്വയർ
അതായത് I1 square R which is equal to 1 into 3 which is equal to 3 watt. So answer option 4 ആണ്. Next question number 35. Why is the Wheatstone's bridge better than the other methods of measuring resistance? Okay, it does not involve Ohm's law. It is based on Kirchhoff's law. It has 4 resistors arms. It is null method. അപ്പോൾ null method ആയതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് മോർ എഫക്റ്റീവ് ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 36. Constant and wire is used for making standard resistance because it has negligible temperature coefficient of resistance. അതായത് ടെമ്പറേച്ചറിനനുസരിച്ച് വലിയ വേരിയേഷൻ ഒന്നും അത് കാണിക്കില്ല. നെക്സ്റ്റ്, ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻറ്റ് null point is obtained at 20 cm from one end of the wire when resistance X is balanced against another resistance Y. If X less than Y, then where will be the new position of null point from the same end if one decides to balance resistance 4x against Y. അപ്പോൾ ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തേക്കുന്നു. പിന്നെ വീണ്ടും ഈ ഗ്യാപ്പിനിടയ്ക്ക്, അതായത് നമുക്ക് മീറ്റർ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ അറിയാം. മീറ്റർ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ 2-3 സ്ട്രിപ്പുകൾ വരും. ഇതിനിടയ്ക്ക് ഒരു റെസിസ്റ്റർ വരുന്നുണ്ട്, ഇതാണ് എക്സ്. ഇതിനിടയ്ക്ക് ഒരു റെസിസ്റ്റർ പറയുന്നുണ്ട്, അതാണ് വൈ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വയർ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബാലൻസിങ് ലെങ്ത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ ലെങ്താണ് 20 cm. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 100 മൈനസ് 20 cm ആണ് ബാലൻസിങ് ലെങ്ത്. അപ്പോൾ നിങ്ങൾക്ക് ബൈ പ്രിൻസിപ്പിൾ ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഇക്വേഷൻ എന്ത് എഴുതാം? എക്സ് ഡിവൈഡഡ് ബൈ 20, അതായത് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ ഏരിയ ഇൻറ്റു, അതായത് റെസിസ്റ്റൻസ് ഈസിക്കൽ ടു റോയൽ ബൈ എ ആണ്. റോയും എയും ഒക്കെ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. എക്സ് ഡിവൈഡഡ് ബൈ 20 ഈസിക്കൽ ടു നമുക്ക് എന്ത് എഴുതാം? വൈ ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 എന്ന് എഴുതാം. വൈ ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 80. സോ എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു 1/4 വിച്ച് ഇംപ്ലൈസ് വൈ ഈസ് ഈക്വൽ ടു 4x. വൈ ഈസ് ഈക്വൽ ടു 4x ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ y ഈസ് ഈക്വൽ ടു 4x ആയതുകൊണ്ട് ഇനി 4x റെസിസ്റ്റൻസ് ഉള്ള ആളെ y എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൊണ്ട് ബാലൻസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞു. അപ്പോൾ y ഈസ് ഈക്വൽ ടു 4x ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മിഡ് പോയിന്റിലായിരിക്കും ബാലൻസിങ് പോയിന്റ്, കാരണം രണ്ട് റെസിസ്റ്റൻസിന് ഈക്വൽ വാല്യൂ ആണ്. സോ ആൻസർ 50 cm. നെക്സ്റ്റ്, എ ലോങ് സോളിനോയിഡ് ഈസ് ഫോംഡ് ബൈ winding 20 turns per centimeter. The current necessary to produce a magnetic field of 20 millitesla inside the solenoid will be approximately. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു μ0 NI ആണ്. അപ്പോൾ μ0 4π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 10⁻³ വരും. കാരണം 20 ടേൺസ് പെർ സെൻറ്റിമീറ്റർ, അപ്പോൾ പെർ മീറ്റർ ആകുമ്പോൾ 2000 ടേൺസ് ഉണ്ടാവും. സോ 2000 ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ നമ്മൾക്കറിയാം. കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ I. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട് 20 മില്ലിടെസ്ലയാണ്. അപ്പോൾ 20 ഇൻറ്റു 10⁻³ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യേണ്ടവരൊക്കെ കട്ട് ചെയ്യാം. 10⁻3യും 10⁻⁻7 കൂടെ കട്ട് ചെയ്ത് അവിടെ 10⁻⁻4 വരും. പിന്നെ ഇവിടുത്തെ 10ഉം 10⁻³ കൂടെ കട്ട് ചെയ്ത് ഇവിടെ 10⁻² വരും. ഇതും കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 10⁻² കിട്ടും. അപ്പോൾ I ഈസ് ഈക്വൽ ടു 4ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 വരും. അപ്പോൾ I ഈസ് ഈക്വൽ ടു 10⁻² ഡിവൈഡഡ് ബൈ 2π. ഇങ്ങനെയാണ് വാല്യൂ വരിക. ഓക്കെ, അതായത് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്യേണ്ട വാല്യൂസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. 4π. ഓക്കെ, ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. അപ്പോൾ 4π വരും. അപ്പോൾ 10² ഡിവൈഡഡ് ബൈ 4π എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 25 ഡിവൈഡഡ് ബൈ π. ദാറ്റ് മീൻസ് 25 ഡിവൈഡഡ് ബൈ 3.14 അപ്രോക്സിമേറ്റ് 7.9 ആംപിയർ. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 7.9 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. എ മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ബോത്ത് ഓഫ് ദം. നെക്സ്റ്റ്, എ സർക്കുലർ കോയിൽ A of radius R carries a current I. Another circular coil B of
radius 2r carries a current of I. The magnetic field at the center of the circular coils are in the ratio. രണ്ട് കേസിലും കറണ്ട് സെയിം ആണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ ബി എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എ ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ബി എന്ന് പറയുന്നത് 2r റേഡിയസ് ഓഫ് എ എന്ന് പറയുന്നത് r1. സോ 2 വരും. സോ ആൻസർ 2:1. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് 6 വയേഴ്സ് ഓഫ് കറണ്ട് I1 is equal to 1 ampere, I2 is equal to 2 ampere, I3 is equal to 3 ampere, I4 is equal to 1 ampere, I5 is equal to 4 ampere and I6 is equal to 5 ampere. Cut the page perpendicularly at points 1, 2, 3, 4, 5 and 6. The value of line integral of B around the dotted closed path is. അപ്പോൾ നമുക്ക് ഇവിടെ ആംപിയർ സർക്യുലർ തിയറം യൂസ് ചെയ്യാം. ആംപിയർ സർക്യുലർ തിയറം അനുസരിച്ച് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ μ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് വരുമ്പോൾ നിങ്ങളിപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ കറണ്ട് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇൻറ്റു ദ പ്ലെയിൻ കറണ്ട് നെഗറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ 1, 2, 3 അതായത് I1, I2, I3 പോസിറ്റീവാണ്. I1, I2, I3 മൈനസ് I4 നെഗറ്റീവ്, I5 മൈനസ് ചെയ്യണം. സോ I6 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആംപിയർ ലൂപ്പിന് പുറത്താണ്. അപ്പോൾ I1 1, I2 2, I3 3, I4 1, I5 4. സോ നമുക്ക് μ0 എന്ന് വാല്യൂ കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 2 μ0 വെബർ പെർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. എ ഹോളോ ട്യൂബ് ഈസ് ക്യാരിയിങ് ഇലക്ട്രിക് കറണ്ട് along its length distributed uniformly over its surface. The magnetic field increases linearly from the axis to the surface. തെറ്റാണ്. Is non-zero constant inside the tube. തെറ്റാണ്. Is 0 at the axis. അത് ശരിയാണ്. Is 0 just outside the tube. അതും തെറ്റാണ്. അതായത് ഹോളോ ട്യൂബാണ്. ഹോളോ ട്യൂബ് ആയതുകൊണ്ട് കറണ്ട് സർഫസിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അകത്തുള്ള ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും എല്ലാ പോയിൻറ്റിലും. അപ്പോൾ അതുകൊണ്ട് ആക്സിസിൽ 0 ആണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. എ വയർ ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സെക്ടർ ഓഫ് റേഡിയസ് ആർ സബ്ടെൻഡിങ് ആൻ ആംഗിൾ θ° at the center as showing in figure, carrying a current I. The magnetic field at a point O is. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ, ഒരു ആർക്കിൻ്റെ കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. B is equal to μ0 I divided by 4πr into θ ആണ്. That means μ0 I divided by 2r into θ divided by 2π. Okay, that means μ0 I divided by 2r into θ divided by 360. So value option 3 ആണ്. Next question number 44. The two long straight wires are set parallel to each other. Each carries a current I in the same direction and the separation between them is 2r. The intensity of magnetic field at a point P midway between them. അപ്പോൾ ഇവിടെ കറണ്ട് മുകളിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ഇവിടെ കറണ്ട് മുകളിലേക്ക് തന്നെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. രണ്ടിനകത്തും സെയിം കറണ്ട് തന്നെ ഫ്ലോ ചെയ്യുന്നത്. രണ്ടും പോയിൻറ്റിന് അടുത്തുനിന്ന് സെയിം ഡിസ്റ്റൻസ് ദൂരെയാണ്. സോ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായി പോകും? 0 ആയി പോകും. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ്, ഇഫ് എ ലോങ് ഹോളോ കോപ്പർ പൈപ്പ് ക്യാരീസ് ഡയറക്റ്റ് കറണ്ട്, ദ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദ കറണ്ട് ഈസ് ഓൺലി ഔട്ട്സൈഡ് ദ പൈപ്പ്. പൈപ്പിന് പുറത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അകത്തെ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 46. 2 concentric circular coils of 10 turns each are situated in the same plane. Their radii are 20 and 40 cm. They carry respectively 0.2 and 0.4 ampere current in opposite directions. The magnetic field in Weber per meter square at the center. അതായത് 2 കോൺസെൻട്രിക് സർക്കുലർ കോയിൽസ്, രണ്ടിലും റേഡിയെ 20 സെൻറ്റിമീറ്ററും 40 സെൻറ്റിമീറ്ററുമാണ്. രണ്ടുപേരുടെയും നമ്പർ ഓഫ് ടേൺസും സെയിം തന്നെ. ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.2 ആംപിയർ കറണ്ട്, ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.4 ആംപിയർ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് വയർ, ഇത് സെക്കൻഡ് വയർ. അപ്പോൾ B1 ഞാൻ എഴുതുവാണെങ്കിൽ μ0 ഇൻറ്റു N ഇൻറ്റു I ഡിവൈഡഡ് ബൈ 2r എന്നാണ് വരിക.
ഓക്കെ. അതേസമയം രണ്ടാമത്തെ ആളുടെ കേസ് എടുക്കുകയാണെങ്കിൽ B2 ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഒക്കെ സെയിം തന്നെയാണ്, 10 ടേൺസ് ഇൻ ഈച്ച് കോയിൽസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ μ0 ഇൻറ്റു n ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ പക്ഷേ 2 ടൈംസ് ആണ് പുറത്തിരിക്കുന്ന ആൾക്ക് 2i ഡിവൈഡഡ് ബൈ എന്ത് വരും, റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ട്വൈസായി, റേഡിയസ് ആണെങ്കിലും ട്വൈസ് തന്നെയാണ്, 20 സെൻറ്റിമീറ്റർ വരെ 40 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2 ഇൻറ്റു 2r വരും. അപ്പോൾ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് എനിക്ക് μ0 ni ഡിവൈഡഡ് ബൈ 2r എന്ന് പറയുന്ന മുകളിലത്തെ അതേ വാല്യൂ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ടു ദ പ്ലെയിനുമാണ്. അപ്പോൾ നെറ്റ് ഫീൽഡ് ഇൻറ്റൻസിറ്റി B ഈസ് ഈക്വൽ ടു B1 മൈനസ് B2, വാല്യൂ എന്തായി പോവും, 0 ആയി പോവും. സോ ആൻസർ ഓപ്ഷൻ 4 ആണ്, 0. നെക്സ്റ്റ്, എ സർക്കുലർ കോയിൽ of radius r carries an electric current. The magnetic field due to the coil at a distance on the axis of the coil located at a distance r from the center of the coil such that r very much greater than capital R varies as. So magnetic field at a distance from the center of the coil എന്ന് പറയുന്നത് μ0 I ഇൻറ്റു കോയിലിൻ്റെ റേഡിയസ് r ആണ്. അപ്പോൾ IR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് സ്മോൾ r² ദ ഹോൾ റൈസ് ടു 3/2. അപ്പോൾ ഈ സ്മോൾ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ നെഗ്ലജിബിളി സ്മോൾ ആണ്. സോ ക്യാപിറ്റൽ ആറിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. സോ r² ക്യാൻ ബി നെഗ്ലക്റ്റഡ് സിൻസ് ഇറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ സ്മോൾ ആർ. ദെയർഫോർ B ഈസ് ഈക്വൽ ടു μ0 I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r റൈസ് ടു 3/2 എന്ന് പറയുമ്പോൾ r² റൈസ് ടു 3/2 എന്ന് പറയുമ്പോൾ r³ വരും. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r³. Next, question number 48. In a current carrying long solenoid, the field produced does not depend upon. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, കറണ്ട് ഫ്ലോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസ് ഓഫ് ദ സോളിനോയിഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ. സോ ആൻസർ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, കറണ്ട് ഫ്ലോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ റേഡിയസിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, a current I flows along the length of an infinitely long straight and thin walled pipe. Then the magnetic field at all points inside the pipe is the same but not 0. തെറ്റാണ്. The magnetic field at any point inside the pipe is 0. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നെക്സ്റ്റ്, question number 50. A current of 10 ampere passing through a long wire which has semicircular loop of radius 20 cm as shown in figure. The magnetic field produced at the center of the loop is. അപ്പോൾ ഈ പോയിന്റിലെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കറണ്ട് ഈ സ്ട്രൈറ്റ് വയർ കൊണ്ട് ഇവിടെ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടാവില്ല, ഈ സ്ട്രൈറ്റ് പാർട്ട് കൊണ്ടും ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ടോട്ടൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി B എന്ന് പറയുന്നത് ആ സർക്കുലർ ലൂപ്പ്, അതായത് സെമി സർക്കുലർ ലൂപ്പ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അത് μ0 I ഡിവൈഡഡ് ബൈ 4r ആയിരിക്കും. ദാറ്റ് മീൻസ് μ0 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു കറണ്ടിൻ്റെ വാല്യൂ നമുക്കറിയാം 10 ആംപിയർ ആണ്, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു റേഡിയസിൻ്റെ വാല്യൂ 20 ഇൻറ്റു 10⁻⁻² ആണ്. ഓക്കെ. അപ്പോൾ 4 കട്ട് ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് 0, ഇവിടുത്തെ 0 കട്ട് ചെയ്ത് പോകും. സോ 10² മുകളിൽ വന്നു കഴിഞ്ഞാൽ 10⁻⁷ ഇൻറ്റു 10² ഡിവൈഡഡ് ബൈ 2. ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 50 വരും. സോ 5 ഇൻറ്റു 10⁻⁶ ടെസ്ല, അതായത് 5π ഇൻറ്റു 10⁻⁶ ടെസ്ല. അപ്പോൾ 5π ഇൻറ്റു 10⁻⁶ ടെസ്ല എന്ന് പറഞ്ഞാൽ 5π മൈക്രോ ടെസ്ല. സോ ആൻസർ ഓപ്ഷൻ 2, 5π മൈക്രോ ടെസ്ല. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുണ്ടായിരുന്നത്. എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.